നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് സെനർ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൽ എയിമായിട്ട് പറയുന്നത് ഇതിൻ്റെ സെനർ ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജും അതേപോലെ തന്നെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് റെസിസ്റ്റൻസും ആണ് ഇതിൽ കാണാനുള്ളത്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം വരുന്നത് ഇതാണ്. ഇതിൽ ഒരു സെനർ ഡയോഡ്, ഒരു പവർ സപ്ലൈ, ഒരു ലോഡ് റെസിസ്റ്റൻസ്, പിന്നെ മൾട്ടിമീറ്റർ, ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ നോക്കാം. അതിന് സെനർ ഡയോഡിൻ്റെ നെഗറ്റീവ് എൻഡിൽ നിന്ന് പവർ സപ്ലൈൻ്റെ പോസിറ്റീവ്, സെനർ ഡയോഡിൻ്റെ പോസിറ്റീവ് വന്ന് ഒരു റെസിസ്റ്റൻസ്, അതേപോലെ റെസിസ്റ്റൻസ് വന്ന് പവർ സപ്ലൈൻ്റെ നെഗറ്റീവ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റീഡിങ് എങ്ങനെ എടുക്കാൻ നോക്കാം. അതിനാദ്യം പവർ സപ്ലൈയിൽ ഒരു മിനിമം വോൾട്ടേജ് ആക്കുക. ശേഷം സെനർ ഡയോഡിന് അക്രോസ് ആയിട്ട് അതിൻ്റെ വോൾട്ടേജ് എത്രയാണ് നോക്കാം. അപ്പോൾ 1.094 ആണ് ഏകദേശം ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത്. ഇനി നമുക്ക് സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് കൂടി നോക്കാം. അപ്പം 0.10 ആണ് ഇതിൻ്റെ കറണ്ട് വരുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ പവർ സപ്ലൈയിൽ വോൾട്ടേജ് കൂട്ടി കൊടുത്തിട്ട് ഓരോ സെറ്റ് വോൾട്ടേജും കറൻറ്റും സെനർ ഡയോഡിന് അക്രോസ് ആയിട്ട് എടുക്കുക. ശേഷം ആ വോൾട്ടേജും കറൻറ്റും വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. അപ്പം അങ്ങനെ പ്ലോട്ട് ചെയ്ത് കിട്ടുന്ന ഗ്രാഫാണ് ഇത്. ഇതിൽ VZ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇനി കാണാനുള്ളത് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് ആണ്. അത് കാണാനുള്ള ഇക്വേഷനാണ് VZ/IZ. അത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഡൈനാമിക് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് ΔVZ/ΔIZ. അതും ഗ്രാഫിൽ നിന്ന് കിട്ടും. അത് വെച്ചിട്ട് അതും കാൽക്കുലേറ്റ് ചെയ്യാം.